ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈസ്റ്ററിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷവും കൃപാവരവും ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ക്രൈസ്തവ ജീവിതത്തിൻ്റെ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ, ക്രൈസ്തവ അനുഷ്ഠാനങ്ങളുടെ, ക്രൈസ്തവ ആഘോഷങ്ങളുടെ, ക്രൈസ്തവ പ്രവർത്തനങ്ങളുടെ ഒക്കെ ആധാരവും അടിസ്ഥാനമായി നിലകൊള്ളുന്ന വലിയ രഹസ്യമാണ്, പ്രിയപ്പെട്ടവരെ, വലിയ യാഥാർത്ഥ്യമാണ് ഈശോയുടെ ഉത്ഥാനം. മരണത്തിന് മേലുള്ള കർത്താവിൻ്റെ വിജയമാണ്. സ്നേഹത്തിലൂടെ അവിടുന്ന് മരണത്തെയും തിന്മയെയും സാത്താനെയും ജയിച്ചു. അവിടുന്ന് ഉത്ഥിതനായി ഇന്നും ജീവിക്കുന്നു. നമുക്കും ആ ഈശോയോട് ഒന്നു ചേർന്ന് ഉത്ഥിതരായി ഉത്ഥാനം പകർന്ന് ജീവിക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. നമ്മുടെയൊക്കെ ജീവിതം ഉത്ഥാനത്തിൻ്റെ വലിയ സാക്ഷ്യമായി മാറട്ടെ. നമ്മുടെ സന്തോഷവും നമ്മുടെ സ്നേഹവും നമ്മുടെ ക്ഷമയും നമ്മിലെ സമാധാനവും നമ്മിലെ എല്ലാ സന്തോഷവും കൃപാവരവും, പ്രിയപ്പെട്ടവരെ, ഉത്ഥിതിന് സാക്ഷ്യമായി മാറട്ടെ. നമ്മെ കാണുന്ന ഓരോരുത്തരും നമ്മെ നോക്കി ഇവൻ ഉത്ഥിതിനിൽ വിശ്വസിക്കുന്നവനാണ്, ഉത്ഥിതനാണ് അവൻ്റെ ദൈവം എന്ന് പറയത്തക്ക രീതിയിലാകട്ടെ, പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ രാത്രിയിൽ, വലിയ ശനിയാഴ്ച രാത്രിയിൽ, അല്ലെങ്കിൽ ഉത്ഥാന ദിനത്തിൻ്റെ തുടക്കത്തിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈശോയുടെ ഉത്ഥാനം കൊണ്ടാടിയത് നമ്മുടെ ജീവിതത്തിൻ്റെ, അല്ലെങ്കിൽ ഭൂമിയുടെ, ലോകത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൂടെ, കത്തുന്ന മെഴുകുതിരിയിലൂടെ, പ്രഘോഷിക്കപ്പെടുന്ന വചനത്തിലൂടെ, ഹല്ലേലൂയ പാടുന്ന ജനത്തിലൂടെ, പുത്തൻ വെള്ളത്തിൽ കഴുകപ്പെടുന്ന ആ പുതുജീവനിലൂടെ, ജീവൻ്റെ അപ്പം നുകർന്ന് ഉത്ഥിതിൻ്റെ ശക്തിയാലും സ്നേഹത്താലും കൃപയാലും നിറയുന്ന നമ്മുടെ അനുഭവത്തിലൂടെയെല്ലാം നമ്മൾ ഈശോയുടെ ഉത്ഥാനം കൊണ്ടാടുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ ഒരിക്കൽ കണ്ടതാണ്. അതായത് നമ്മൾ തപസ്സുകാലത്തിലെ 1 മുതൽ 5 വരെയുള്ള ഞായറാഴ്ചകളിലൂടെ നമ്മൾ മുന്നേറിയപ്പോൾ നമ്മൾ ഭൂമിയും സ്വർഗവും പ്രകാശവും വെള്ളവും ജീവനും അതിലൂടെയെല്ലാം വെളിപ്പെടുന്ന ഈശോ, ആ ഈശോയുടെ പൂർണ്ണമായ വെളിപ്പെടുത്തലാണ്, പ്രിയപ്പെട്ടവരെ, ഉത്ഥാനത്തിലൂടെ വളരുന്നത്. നമ്മൾ ഈ രാത്രിയിൽ ഉത്ഥാനം ആഘോഷിക്കുന്ന ഓരോ കാര്യവും നോക്കുക. പെസഹാത്തിരി കത്തിച്ചുകൊണ്ടാണ്, പുത്തൻ തീ കത്തിച്ച് പെസഹാത്തിരി കത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കാൻ തുടങ്ങുക. ലോകത്തിലെ അന്ധകാരത്തെ, ജീവിതത്തിലെ അന്ധകാരത്തെ പൂർണ്ണമായും അകറ്റി നമ്മെ എല്ലാം പ്രകാശിപ്പിക്കുവാൻ പ്രകാശിതനായ ഈശോ, അതാണ് ഉത്ഥിതനായ ഈശോ, മരണത്തിൻ്റെ മേൽ പോലും പ്രശോഭിക്കുന്ന ഈശോ, ആ ഈശോയുടെ അനുഭവത്തോടു കൂടിയാണ് നമ്മൾ ഈ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുക. ആ ഉത്ഥിതിൽ നിന്ന്, ആ പെസഹാത്തിരിയിൽ നിന്ന് നമ്മുടെയൊക്കെ തിരികൾ കത്തിച്ചുകൊണ്ട് ഈശോയുടെ ഉത്ഥാനത്തിൽ നമ്മളും പങ്കുചേരുന്നു എന്ന് നമ്മൾ ബോധപ്പെടുക. നമ്മുടെ ജ്ഞാനസ്നാനത്തിൽ അതാണല്ലോ ഒരു വിധത്തിൽ സംഭവിക്കുക. ജ്ഞാനസ്നാനത്തിൽ നമുക്ക് കർത്താവിൻ്റെ പ്രകാശം നൽകപ്പെടുന്നുണ്ട്. അതേപോലെ, പ്രിയപ്പെട്ടവരെ, അത് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ, ദൈവത്തിൻ്റെ വചനം വായിക്കപ്പെടുക. ദൈവത്തിൻ്റെ വചനം വായിക്കപ്പെടുക. 9 വായനകൾ, ഒരു വിധത്തിൽ ബൈബിൾ മുഴുവനും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് തിരുസഭ വിളിച്ചോതുകയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചവൻ അസത്യത്തെ എല്ലാം ജയിച്ച് സത്യത്തിലൂടെ മനുഷ്യവർഗത്തിന് മുഴുവനും സ്വാതന്ത്ര്യമേകുന്നു എന്ന്, അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സന്ദേശമാണ്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിൻ്റെ വചനം തരുന്നത്. ആ ദൈവത്തിൻ്റെ വചനത്തോടൊപ്പം ആ ജനം ഒരുമിച്ച് കൂടിയുള്ള പാട്ടുണ്ട്, ഹല്ലേലൂയ പാട്ട്. ഹല്ലേലൂയ ഉത്ഥിതനായ ഈശോയുടെ പാട്ടാണ്. വെളിപാട് പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ നമ്മളത് പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം നമ്മൾ പാടുക, പ്രിയപ്പെട്ടവരെ. അതേപോലെ തന്നെ, പ്രിയപ്പെട്ടവരെ, അത് കഴിയുമ്പോഴേക്കും നമ്മൾ പുത്തൻ വെള്ളം വെഞ്ചരിക്കും.
ആ പുത്തൻ വെള്ളത്തിലൂടെ നമുക്ക് പുതുജന്മം ലഭിക്കുവാൻ, നമ്മൾ പുതുതാക്കപ്പെടുക, നമ്മൾ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുക, നമ്മളെല്ലാം റിഫ്രഷായി മാറുകയാണ്. ഈശോ പറയുന്നില്ലേ, ആർക്കെങ്കിലും ദാഹിക്കുന്നവൻ എങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ നിന്നും കുടിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലം പ്രവഹിക്കുമെന്ന് പറയുകയാണ്. കർത്താവിൽ നിന്ന് ജീവജലം ആവോളം ആസ്വദിച്ച് ആ വെള്ളത്താൽ നിറഞ്ഞ് ആ വെള്ളം പകരുന്നവരായി ജീവിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഉത്ഥിതൻ്റെ ജനമായി മാറുക. നമ്മൾ അത് കഴിയുമ്പോഴേക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ അപ്പവും വീഞ്ഞും കൊണ്ടുവരുവാണ്. പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങളാവാം. അവ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിക്കുമ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചത്തെ മുഴുവനും കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ അർപ്പിക്കുക. ശൂന്യമായ കല്ലറയെ ഒരു വിധത്തിൽ ഭൂമിയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ അനുഷ്ഠാനത്തിൽ ഈ അപ്പവും വീഞ്ഞും കാഴ്ചവെക്കുമ്പോൾ നമ്മൾ ഭൂമിയെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുമോ. അത് നമ്മൾ ജീവൻ്റെ അപ്പമായി ഭക്ഷിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ഭൂമിയിലൂടെ വെളിപ്പെടുന്ന കർത്താവ്, ഉത്ഥിതനായ ഈശോ, മഹത്വപൂർണനായ ഈശോ, ഈശോയുടെ ശരീരം പോലും മഹത്വപൂർണമായി തീർന്നു എന്ന് അവിടെ വെളിവാക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ എല്ലാം ഒരു വിധത്തിൽ ജനത്തിൽ നിറയുന്ന ചൈതന്യം, തീയിൽ നിറയുന്ന ചൈതന്യം, വെള്ളത്തിൽ നിറയുന്ന ചൈതന്യം, വചനത്തിലൂടെ വെളിപ്പെടുന്ന ചൈതന്യം എല്ലാം പ്രിയപ്പെട്ടവരെ അതാണ് ആകാശമെന്ന് പറഞ്ഞാൽ. ഈശോ മഹത്വപൂർണമായ കാര്യമാണ് ഉത്ഥാനത്തിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത്. ആകാശമെന്ന് പറഞ്ഞാൽ ഈ മഹത്വ സ്വർഗമാണ്. എല്ലാത്തിലും നിറയുന്ന സ്വർഗം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ഈ ആകാശപരിഭവത്തിൽ എല്ലാത്തിലും, ഭൂമിയിലും തീയിലും വായുവിലും കരയിലും എല്ലാം നിറയുക. ആ ജനത്തിൽ നിറയുക, നമ്മിലെല്ലാം നിറയുക, നമ്മുടെ അനുഷ്ഠാനങ്ങൾ നിറയുക. എല്ലാം ഈ പരിശുദ്ധാത്മാവിൻ്റെ ദൈവീകത, ചൈതന്യമാണ്, മഹത്വം. ഒരു വിധത്തിൽ ഈശോ മഹത്വപൂർണനായി എന്ന കാര്യമാണല്ലോ നമ്മൾ ഈസ്റ്ററിൽ കൊണ്ടാടുന്നത്, നമ്മൾ ഏറ്റുപറയുന്നത്. ഈശോയുടെ ആ മഹത്വത്തിൽ നമുക്കും പങ്കുചേരുവാനായിട്ട് ശ്രദ്ധ വയ്ക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമായി, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി ആ കർത്താവിനെ നമുക്ക് സ്വീകരിക്കാം. കർത്താവ് നമ്മിലേക്ക് എന്നും കടന്നു വരട്ടെ, അവിടുന്ന് നമ്മിൽ വസിക്കട്ടെ, നമ്മളിൽ നിറഞ്ഞ് പ്രിയപ്പെട്ടവരെ നമ്മെ പ്രകാശിപ്പിക്കട്ടെ, നമ്മളെ പുതുതാക്കട്ടെ, നമ്മളെ സ്വതന്ത്രരാക്കട്ടെ, നിത്യജീവൻ കൊണ്ട് നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ. ഈ ഉത്ഥാനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ശൂന്യമായ കല്ലറ ഉത്ഥാനത്തിലേക്ക് ഒരു വിധത്തിൽ വിരൽ ചൂണ്ടുന്നുണ്ട്. എന്നാൽ അതിനേക്കാളും പ്രധാനം ഉത്ഥിതൻ ഈശോ ഉത്ഥാനം ചെയ്തു എന്നതിൻ്റെ തെളിവ് തിരുസഭയാണ്, നമ്മൾ ഓരോരുത്തരുമാണ്. ജീവിതത്തിലെ എല്ലാ വിഷമതകളെയും ധൈര്യത്തോടെ തരണം ചെയ്ത് മുന്നേറുവാനുള്ള ശക്തിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈശോയുടെ ഉത്ഥാനത്തിലൂടെ ലഭിക്കുക. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ ആ ആത്മാവ് മുഖേന നിങ്ങളുടെ ശരീരത്തിന് പോലും ഉത്ഥാനം തരും എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഉത്ഥാനം വെളിപ്പെടുത്തുകയാണ്. നമ്മൾ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ 8-ാമത്തെ അധ്യായത്തിലെ 11-ാമത്തെ വാക്യമാണ്. അതേപോലെ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതും ഈശോയുടെ ഉത്ഥാനം നമ്മൾ വിളംബരം ചെയ്യുക. ഈശോടത്ത് മരിക്കുന്നവർ ഈശോടത്ത് ഉത്ഥിതരായി എന്നും ജീവിക്കും എന്നുള്ള യാഥാർത്ഥ്യവും വെളിപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഉത്ഥാനമില്ല എങ്കിൽ യഥാർത്ഥ ക്രൈസ്തവ ജീവിതമില്ല. എന്നാൽ ഉത്ഥാനമുണ്ട്. ഈശോ ഉത്ഥാനം ചെയ്തു, അവിടെ നിന്നും ജീവിക്കുന്നു. നമ്മളെ ഉത്ഥാനത്തിൻ്റെ ശക്തിയാൽ നിറയ്ക്കുന്നു, നമ്മളെല്ലാം ഉത്ഥിതരാക്കുന്നു. ഉത്ഥിതന് സാക്ഷ്യം വഹിക്കുവാനും ഉത്ഥിതൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഏകുവാനും പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശ്രമിക്കാം. പ്രകാശം പരത്തിക്കൊണ്ട്, സ്നേഹം പകർന്നുകൊണ്ട്, വചനം വെളിപ്പെടുത്തിക്കൊണ്ട്, അനുഗ്രഹത്താൽ ഏവരെയും നിറച്ചുകൊണ്ട്, മറ്റുള്ളവരെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് തയ്യാറാകാം. ഉത്ഥിതനായ ഈശോ തൻ്റെ മഹത്വം കൊണ്ടും തൻ്റെ സമാധാനം കൊണ്ടും തൻ്റെ സ്നേഹം കൊണ്ടും തൻ്റെ സന്തോഷം കൊണ്ടും
നമ്മെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ. ഈ ഉത്ഥാനത്തിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഞാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ആമേൻ.